ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മായാദേവി. ഒരുപാട് പേരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത് മാതാപിതാക്കളും കുട്ടികളും എന്നുള്ളതാണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്ക് തന്നെയാണത്. പലരും ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഈ ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇന്നത്തെ കാലത്തുള്ള യുഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു വൃദ്ധസദനം സന്ദർശിച്ചപ്പോൾ കണ്ടത് ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് മാതാപിതാക്കളെയാണ്. പക്ഷേ ആ മാതാപിതാക്കൾക്കെല്ലാം തന്നെ നല്ല സമൂഹത്തിൽ നല്ല പൊസിഷൻ അലങ്കരിക്കുന്ന കുട്ടികളുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ അവിടെ എത്തപ്പെട്ടു? ഇവരെത്തപ്പെട്ടത് തങ്ങളുടെ മാതാപിതാക്കളുടെ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് അവിടെ എത്തപ്പെട്ടത്. എന്നാൽ മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലാഞ്ഞിട്ട് വൃദ്ധസദനത്തിൽ പറഞ്ഞേൽപ്പിക്കുന്ന ആളുകളുമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം കുട്ടികളെ തങ്ങളുടെ അധ്വാനം മുഴുവൻ ചിലവാക്കിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി ഒരു പൊസിഷനിൽ എത്തിച്ച് അവർക്കൊരു ജീവിതം പ്രൊവൈഡ് ചെയ്യുകയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. അതവരുടെ കുറ്റമാണോ? അല്ല, അവരുടെ ഒബ്ലിഗേഷനാണത്, അവരുടെ കടപ്പാണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തങ്ങളുടെ സമ്പാദ്യം മുഴുവനും തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് വേണ്ട സേവിങ്സും കൂടി കരുതേണ്ടതാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികൾക്ക് അവരോടൊരു കടപ്പാടുണ്ടെന്നും അവരെ വാർദ്ധക്യകാലത്ത് അവരെ പരിചരിക്കണമെന്നും മനുഷ്യബന്ധങ്ങളെപ്പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളുടെ വിലപ്പെട്ട സമയവും നമ്മളുടെ അധ്വാനവും ഹാർഡ് വർക്കും നമ്മുടെ ബോഡി തന്നെ അവർക്ക് ഫിസിക്കലായി നമ്മളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ എല്ലാം അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും തിരിച്ചൊരു കടപ്പാടുണ്ട് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇന്നത്തെ യുഗത്തിലെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നേരത്തെ നമ്മൾ പഴയ തലമുറയിൽ ജീവിച്ചിരുന്ന പോലെയല്ല, ഒരുപാട് ഡിജിറ്റൽ യുഗമാണത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിലവർ മതിമറന്ന് ആനന്ദിച്ച് അവരുടെ പൊസിഷൻസ്, അവർ കോമ്പറ്റീഷനിൽ ഏർപ്പെടുകയാണ്, അവർ മത്സരത്തിൽ ഏർപ്പെടുകയാണ്. ആ മത്സരത്തിൽ അവർ വിജയിക്കുന്നത് നമ്മൾ നോക്കി നിൽക്കും, മാതാപിതാക്കൾ നോക്കി നിൽക്കും. പക്ഷെ അവിടെയും മാതാപിതാക്കളുള്ള സ്നേഹവും വാത്സല്യം അവർക്ക് നഷ്ടപ്പെടുകയാണ് എന്നുകൂടി ഓർക്കേണ്ടതാണ്. അപ്പോൾ എപ്പോഴും തങ്ങളുടെ മാതാപിതാക്കളോട് അല്പം കരുണയും സ്നേഹവും മനസ്സിൽ കരുതുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ വിലപ്പെട്ട സമയത്തിൻ്റെ കുറച്ച് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം, കുട്ടികൾക്കൊരു ചോദ്യം തിരിച്ചും ചോദിക്കാം. അച്ഛൻ്റെയും അമ്മയുടെയും ഡ്യൂട്ടിയല്ലേ ഇത് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടതല്ലേ? ഞങ്ങൾക്കങ്ങനെ നിങ്ങളെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഞങ്ങളെ ഭൂമിയിൽ ജനിപ്പിച്ചുവെങ്കിൽ ഞങ്ങളോടുള്ള കടപ്പാട് നിങ്ങൾ നിറവേറ്റേണ്ടതല്ലേ? അത് നിങ്ങളുടെ ഡ്യൂട്ടിയല്ലേ എന്ന് കുട്ടികൾക്ക് ചോദിക്കാം. അവർ അത് ചെയ്തു കൊള്ളണമെന്നില്ല. പക്ഷേ ജെനുവിനായ കുട്ടികളുടെ അച്ഛനോടും അമ്മയോടുള്ള കടപ്പാട് അവർ വീട്ടുകയും തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ ജീവിച്ചിരുന്നത് എന്നും അതോടൊപ്പം തന്നെ തങ്ങളും വാർദ്ധക്യ സഹജമായ കാലഘട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ളൊരു ധാരണ എല്ലാവരുടെ മനസ്സിൽ വേരൂന്നേണ്ടതാണ്. എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളും നിങ്ങളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. മാറ്റിവെക്കണം. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ മാറ്റിവെച്ചതിന് ശേഷം മാത്രമാണ് കുട്ടികൾക്ക് വിനിയോഗിക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ്. അഥവാ ആ സമയത്ത് നിങ്ങളുടെ കയ്യിലില്ല, അപ്പോൾ നിങ്ങളുടെ മുഴുവൻ സേവിങ്സും നിങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ പിന്നീട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ സേവിങ്സ് നിങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതാണ്. തിരിച്ചു പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അതായത് എപ്പോഴും മറ്റുള്ളവർ നമ്മളോട് ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു ബന്ധം നിലനിർത്തിക്കൊള്ളണമെന്നില്ല. മാറ്റങ്ങൾക്കനുസരിച്ച് കുട്ടികളും നമ്മുടെ മുതിർന്നവരായാലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗം തന്നെയാണിത്. അപ്പോൾ മാതാപിതാക്കളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഉപദേശം ഇതാണ്: നിങ്ങളുടെ സേവിങ്സ് മുഴുവനും കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട്
നിങ്ങൾ മാറ്റിവെക്കണം. അതോടൊപ്പം തന്നെ തങ്ങളോട് കുട്ടികൾക്കൊരു കടപ്പാടുണ്ട്, തങ്ങളെ പരിചരിക്കേണ്ട കടപ്പാടുണ്ടെന്ന കുട്ടികളെ മനസ്സിലാക്കിച്ചുകൊണ്ട് വേണം വളർത്തി വലുതാക്കാനും എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയാനുള്ളതെന്നാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.